ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? അപ്പോൾ ഇത് വെള്ളിയാഴ്ച കേട്ടോ. അപ്പോൾ മക്കളൊക്കെ നേരത്തെ തന്നെ സ്കൂൾക്ക് പോയിക്കണേ. അതിൻ്റെ ശേഷമാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത്. അപ്പോൾ ഞാൻ അതാ മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങിയതാട്ടോ. ചെടികളുടെ അവസ്ഥയും മുറ്റത്തിൻ്റെ അവസ്ഥയൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി. അപ്പോൾ കുറച്ച് നേരമൊക്കെ ചെടികളൊക്കെ നോക്കി കുറച്ച് നേരം ഇവിടെ നിന്നിട്ടാ. അപ്പം മഴ ആയതുകൊണ്ട് തന്നെ മുറ്റാകെ വൃത്തികേടായി കിടക്കുകയാണ്. മഴ മാറിയിട്ട് വേണം മുറ്റമൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ. അപ്പോൾ ഇങ്ങനെ ചെടി നോക്കി നിന്നാൽ പറ്റില്ല, അടുക്കളയിൽ പണിയുണ്ട്. അപ്പോൾ വേഗം ഞാൻ അടുക്കളയിലേക്ക് പോയിക്കണം. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഫൈസലാക്കാക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോണേ. എൻ്റെ ചിക്കൻ ബിരിയാണി പറഞ്ഞ ഒരു ഉടായ്പ തട്ടിക്കൂട്ട് ചിക്കൻ ബിരിയാണി ഇട്ട് ഞാൻ ഉണ്ടാക്കാൻ പോണത്. പക്ഷെ എന്നാലും അത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചിക്കൻ പൊരിച്ചങ്ങാണ്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് കോൺഫ്ലവറും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്ത് കഴുകി വൃത്തിയാക്കി ചിക്കൻ ഇട്ട് നല്ല മിക്സാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷമായിട്ട് ഞാൻ പൊരിച്ചെടുക്കണത്. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് പൊരിച്ചെടുക്കട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ. കൂടാതെ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്ത, ലൈക്കും ഷെയറൊക്കെ ചെയ്യട്ടെ. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കട്ടെ. അപ്പോൾ ഇതാ ചിക്കനൊക്കെ ഏകദേശം റെഡിയായി വന്നിങ്ങനെ. അപ്പോൾ ഇത് പരന്ന പാത്രങ്ങളൊക്കെ ഞാൻ വേഗം കഴുകി വെക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ഇതാ ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ കട്ട് ചെയ്യാൻ നിന്ന്. അപ്പോൾ ഇതൊന്ന് വേഗം ഒന്ന് കട്ടാക്കി എടുക്കട്ടെ. അപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചത് ഉള്ളി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊന്ന് എൻ്റെ വീട്ടിലൊന്ന് പോകാൻ വേണ്ടിയിട്ട്, അപ്പോൾ ജുമാൻ്റെ മുന്നായിട്ട് പോയി വരണം. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പരിപാടി തീർക്കുകയാണ്. അപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് ഞാൻ അരി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ 1.5 പാത്രം വെള്ളം എടുത്തിട്ട് ഞാൻ റൈസ് ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ ഞാൻ 1.5 പാത്രം വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഏലക്കായി പട്ട ഗ്രാമ്പു ഒക്കെ ഇട്ടുങ്ങാണ്ട് നല്ലൊന്ന് തിളപ്പിക്കട്ടെ. പിന്നെ ഒരു കഷ്ണം ക്യാരറ്റും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തിളച്ചതിൻ്റെ ശേഷം ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ച് അരിയിട്ട് അതിൻ്റെ ശേഷം ഞാനിതാ സിറ്റൗട്ടൊന്ന് തുടക്കാൻ വേണ്ടി പോയതുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൽ ഇതാ പൊറിഞ്ചു തലയിട്ട് കുടിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഞാനതൊന്ന് നോക്കി നിന്നിട്ടാ. അപ്പോൾ അതാ വീണ്ടും ഞാൻ അടുക്കളയ്ക്ക് വന്നിക്കണം. അപ്പോൾ അതാ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വാടി വന്നിക്കണേ. അപ്പോൾ അതിന് ശേഷം ഞാൻ അതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണേ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം ഇതാ ഞാൻ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ ഇട്ടാ. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടിയും, കുറച്ച് ഗരം മസാലയും, കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അധികം മസാലയുള്ള ബിരിയാണി ആർക്കും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ എന്താ കുറച്ച് മസാല ഞാൻ ഇപ്പോൾ 1 കിലോന് അരി ഇട്ടിട്ട് വെക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് ഉള്ളിയും തക്കാളിയൊക്കെ കുറച്ച് എടുത്തിട്ട് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ തൈരും ഞാൻ ഒഴിച്ചെടുത്തണേ. അപ്പോൾ അതിന് ശേഷം ഇതാ പൊരിച്ച് വെച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിൽ പകുതി ചിക്കന് ഫൈസലാക്കാൻ്റെ പള്ളിക്കാട്ട് പോയത്, കുറച്ച് മാത്രമേ എനിക്ക് ബിരിയാണി ഉണ്ടാക്കാൻ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇതാ റൈസ് ഇപ്പുറത്ത് റെഡി ആയി കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഞാൻ റേക്കൊക്കെ ഞാൻ തുടച്ചെടുക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം ഞാൻ തൈര് ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതാ ക്യാരറ്റും കക്കരിക്കും ഉള്ളിയൊക്കെ എടുത്തിക്കണം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മൾ ചിക്കനും മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇനി കുറച്ച് മല്ലിയിലൊക്കെ ഇട്ടുകൊണ്ട് ഞാനിത് അടിച്ച് വെക്കട്ടെ. ഇനി ആ റൈസ് റെഡി ആയിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് ദമ്മിടുട്ടാ. അപ്പോൾ ആ വീഡിയോ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല ഇതിൽ. അപ്പോൾ ഇതാ റൈസൊക്കെ നല്ലതുപോലെ റെഡി ആയിക്കണേ. അപ്പോൾ ഞാൻ ബിരിയാണി ഞാൻ സെറ്റാക്കി എടുത്തുക്കണം കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ അത് അടുക്കളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണേ. ഇത് കഴിഞ്ഞിട്ട് വേണം, കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം വീട്ടിൽ പോകാൻ. അപ്പോൾ ഇതാ ഞാനിത് പൊറിഞ്ചുവിന് കുറച്ച് ചോറെടുത്ത് കൊടുക്കാൻ ഇട്ടാ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടല്ലേ ഇനി വീട്ടിൽ നിന്ന് വരുള്ളൂ. അപ്പോൾ ഫൈസലാക്കാക്ക് നിർബന്ധമാണ് കേട്ടോ. ഇവിടെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കില്ല അത് പൊറിഞ്ചുവിന് ആദ്യം കൊടുക്കണം. പൊറിഞ്ചു ഇവിടെ സിറ്റൗട്ടിലുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കൊടുക്കൂട്ടാ. അപ്പോൾ ഇതാ പൊറിഞ്ചു അതൊക്കെ തിന്നപ്പോൾ എൻ്റെ തിരുമ്പലും കുളിയെല്ലാം കഴിഞ്ഞതാ ഞങ്ങൾ വാതിലൊക്കെ പൂട്ടി ഇറങ്ങുകയാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടെങ്കിൽ അതൊക്കെ വാങ്ങിയതാണ് ഞങ്ങൾ ഇറങ്ങി എൻ്റെ നാട്ടിൽ എത്തിയിട്ടോ. അപ്പോൾ എൻ്റെ സ്കൂളാണിത്. ഞാൻ 1 മുതൽ 7 വരെ പഠിച്ച സ്കൂളാണ്. ഇത് പെയിൻ്റ് അടിച്ച് കുട്ടപ്പനൊക്കെ നല്ല രസമുണ്ട് കാണാൻ. അപ്പം ഞാൻ സ്കൂളിട്ട് പോണ വൈകുവാണ് കേട്ടോ ഇതൊക്കെ.
ഈ കാണുന്നതൊക്കെ. അപ്പം ഇങ്ങനെ ഫൈസലാക്കാനായിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഇതാ നമ്മൾ വീട്ടിലെത്തിക്കണേ. അപ്പോൾ ഇതാ വീട്ടിലെത്തിയതിൻ്റെ ശേഷം ഇതാ ഫൈസലാക്കതാ വേഗം മക്കൾക്കുള്ള ഐസ്ക്രീമൊക്കെ കൊടുക്കണ്ട. അനിയത്തിൻ്റെ മക്കളുണ്ടായിരുന്നു വീട്ടിൽ. അപ്പം ഞാൻ വേഗം പോയി വെക്കണമെങ്കിൽ പൊയ്യിൽ വെള്ളം ഇറക്കണം വെച്ചിട്ടാണ് ഞാൻ പോയി വെക്കണം. അപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് പുഴ. അപ്പോൾ കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞിരുന്നു. ഞങ്ങൾ ചായ ഒട്ടിച്ച് പോകാൻ നിൽക്കുമ്പോൾ ഇമ്മ പറഞ്ഞാൽ ചോറ് നിന്നിട്ട് പോകാമെന്ന്. അപ്പോൾ ഫൈസലാക്ക പിന്നെ അവിടുന്ന് ജുമാക്ക് പോയിട്ടാണ്. അപ്പോൾ ജുമായൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഇതാ ചോറ് നിന്നാണ്. അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചോറ് നിന്നതിന് ശേഷം ഞങ്ങൾ ഇതാ ഇറങ്ങിയിട്ടാണ്. അപ്പോൾ 2 മണി ആയിക്കണേ. അപ്പോൾ ഇതാ ഞങ്ങൾ പോകണം. അപ്പോൾ വീഡിയോ എത്ര ഉള്ളൂ. അപ്പോൾ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.